എമ്പുരാൻ ചിത്രത്തിൻ്റെ കേരള ആൻഡ് വേൾഡ് വൈഡ് ടോട്ടൽ പ്രീസെയിൽ കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇതാ പുത്തൻ വലിയൊരു അപ്ഡേറ്റ് ആണ് പുറത്ത് വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നും 7 കോടിയോളം രൂപയായിരുന്നു ഒടിയൻ എന്ന ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ. അതിനെ മറികടന്നിരിക്കുന്നു ലാലേട്ടൻ്റെ തന്നെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കേരള പ്രീസെയിൽ കളക്ഷൻ 7,50,00,000 എത്തി നിൽക്കുന്നു. ഇനിയും സിനിമ തിയേറ്ററിലെത്താൻ 5.5 ദിവസങ്ങൾ ബാക്കി നിൽക്കെ കൊടൂരമായിട്ടുള്ള ഒരു പ്രീസെയിൽ കളക്ഷൻ സിനിമ എത്തപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ചിത്രത്തിന്റെ ഇതുവരെയുള്ള ടോട്ടൽ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ 25 കോടിയിലേക്കും എത്തപ്പെട്ടിരിക്കുന്നു. ചിത്രം ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും റെക്കോർഡ് നേട്ടം കൈവരിക്കും എന്നുള്ളത് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ടതാണല്ലോ. സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും 50 കോടിക്ക് മുകളിൽ കളക്ഷൻ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ട്രാക്കേഴ്സ് സിനിമയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഓൾ ഇന്ത്യ ഇന്ന് രാവിലെ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ട സിനിമയ്ക്ക് അന്യായ ട്രെൻഡിംഗ് നിലനിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ട്രെൻഡ് അനലിസ്റ്റുകൾ 50 കോടി വരെ സിനിമ ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും നേടാൻ സാധ്യത ഉണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള കാരണം ഇപ്പോൾ ഓരോ മണിക്കൂറിലും 20,000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് പെർ അവറിൽ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് 25 കോടിക്കടുത്ത് പ്രീസെയിൽ കളക്ഷൻ ഉറപ്പിച്ച ചിത്രം ആദ്യ ദിവസത്തേതാണ് ഈ 25 കോടിയും എന്ന് നമുക്ക് ഒരിക്കലും അവകാശപ്പെടാൻ സാധിക്കില്ല. രണ്ടാമത്തെ ദിവസത്തെയും മൂന്നാമത്തെ ദിവസത്തെയൊക്കെ നല്ല രീതിയിലുള്ള ബുക്കിംഗ് ഇന്ന് കടന്നു പോയിട്ടുണ്ട്. സിനിമ തിയേറ്ററിലെത്താൻ ഇനിയും 6 ദിവസങ്ങൾ ബാക്കി നിൽക്കെ നാളെയും മറ്റന്നാളൊക്കെ ഈ ഒരു ട്രെൻഡ് നിലനിർത്തി മുന്നോട്ട് പോകാൻ സിനിമയ്ക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അത്തരത്തിൽ ട്രെൻഡിങ് നിലനിർത്തി മുന്നോട്ട് പോയാൽ എവിടെ ചെന്നാണ് ചിത്രത്തിന്റെ ടോട്ടൽ പ്രീസെയിൽ കളക്ഷൻ നിൽക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. എമ്പുരാൻ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.